സർ, കേരളത്തിലെ പല കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ബ്രാൻഡ് അംബാസഡേഴ്സ് ആയിട്ട് പല ഫിലിം സ്റ്റാർസിനെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ ലോജിക്കിന് അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ? ഈ സെലിബ്രിറ്റീസിനെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആയിട്ട് കൊണ്ടുവരുന്നത് പെട്ടെന്നൊരു വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക, ബ്രാൻഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള പർപ്പസോട് കൂടിയാണ്. അത് ബേസിക്കലി ഒരു ഷോർട്ട് ടൈം പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. ലോജിക്ക് 20 വർഷമായിട്ട് 2005 തുടങ്ങി കഴിഞ്ഞ് 20 വർഷമായിട്ട് ഈ കൊമേഴ്സ് പ്രൊഫഷണൽ കോച്ചിങ്ങിൽ നിലനിൽക്കുന്നൊരു സ്ഥാപനമാണ്. ഇന്ന് നമ്മൾ ഇന്ത്യയിലെ ഒരേ ഒരു ലിസ്റ്റഡ് കമ്പനി ആയിട്ടുള്ള, ഈ ഒരു മേഖലയിലെ ലിസ്റ്റഡ് കമ്പനി ആയിട്ടുള്ള വരണ്ടയുടെ പാർട്ടുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബ്രാൻഡ് അംബാസഡർ വേണോ വേണ്ടയോ എന്നുള്ള തീരുമാനം വരണ്ട ലെവലിൽ എടുക്കേണ്ടതാണ്. ഇനി ഞാൻ കോസ്റ്റിംഗ് പഠിപ്പിക്കുന്ന ഒരു വ്യക്തി, അതേപോലെ തന്നെ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് ഈ മാർക്കറ്റിംഗ് ബ്രാൻഡിങ്ങിനൊക്കെ വേണ്ടി സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നത് ഒരു 15% ആണ്. അവരുടെ റവന്യൂവിൻ്റെ 15%, മാക്സിമം ഒരു 20% വരെ. അതിൽ കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വന്നാൽ നമ്മൾ പല സ്ഥലത്തും പലതിലും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി പോലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ, അല്ലെങ്കിൽ ACC പോലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ, ഇതിൻ്റെ പാസ് റേറ്റ് കമ്പാരിറ്റീവ്ലി ലോ ആണ് അല്ലേ. ഇപ്പോൾ BCom പോലെ മജോറിറ്റി ആൾക്കാരും പാസ്സായി വരുന്ന ഒരു കോഴ്സ് അല്ല CM, CMA, CS ഒക്കെ. അപ്പം അവിടെ നമ്മുടെ കുട്ടികളെ പാസ്സാക്കി എടുക്കണമെങ്കിൽ എന്ത് വേണം? നല്ല രീതിയിൽ നമ്മൾ ക്വാളിറ്റി ടീച്ചിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, ക്ലാസ് അവേഴ്സ് കൂടുതൽ കൊടുക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ നാളത്തെ വിന്നേഴ്സിൽ നമ്മുടെ കുട്ടികളെയും നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ സാധിക്കില്ല. അതേപോലെ തന്നെ ഫോറിൻ പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവർ ഈ ക്വാളിഫിക്കേഷൻ നേടിയെടുത്തിട്ട് പോകുന്നത് എങ്ങോട്ടാണ്? കോർപ്പറേറ്റിലേക്കാണ്. പക്ഷേ ചാർട്ടേഡ് അക്കൗണ്ടൻസി പോലെ അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻസി പോലെ ഇൻ ബിറ്റ്വീൻ ഇവർക്ക് പ്രാക്ടിക്കൽ നോളജോ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങോ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ മാത്രം വെച്ചുകൊണ്ട് ഒരു കോർപ്പറേറ്റിലേക്ക് ചെല്ലുമ്പോൾ ഇവർക്ക് അവിടെ എൻട്രി കിട്ടണമെന്നില്ല. ആ ഇൻ്റർവ്യൂ പെർഫോം ചെയ്ത് സെലക്ഷൻ നേടിയെടുക്കണമെങ്കിൽ ഇവർക്ക് ഒരുപാട് സ്കിൽസിൻ്റെ ആവശ്യമുണ്ട്. അത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരിക്കാം, പ്രാക്ടിക്കൽ നോളജ് ആയിരിക്കാം, കോൺഫിഡൻസ് ആയിരിക്കാം, മറ്റ് പേഴ്സണൽ സ്കിൽസ് ആയിരിക്കാം. ഇതൊക്കെ ലോജിക്ക് പോലുള്ളൊരു പ്രൊഫഷണൽ കോച്ചിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മുടെ കുട്ടികൾക്ക് ഈ സ്കില്ലൊക്കെ കൊടുത്തുകൊണ്ട് എൻഷുർ ചെയ്തുകൊണ്ട് അവരെ പാസ്സാക്കി കോർപ്പറേറ്റ്സിലേക്ക് പറഞ്ഞു വിടണം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു 15% അല്ലെങ്കിൽ 20% കൂടുതൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാർക്കറ്റിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ ഇവിടെയെല്ലാം കോംപ്രമൈസ് ചെയ്യപ്പെടേണ്ടി വരും. അപ്പോൾ ഷോർട്ട് ടൈമിൽ വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യാം, ബട്ട് ലോങ് ടൈമിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ, സർവൈവ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്വാളിറ്റി എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. സ്കിൽസ്, കുട്ടികൾക്ക് സ്കില്ല് വേണ്ട കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ കുട്ടികൾ സക്സസ്ഫുൾ ആവുള്ളൂ, ലോങ് ടൈമിൽ ബിസിനസ്സും സക്സസ്ഫുൾ ആയി മാറുകയുള്ളൂ.